തവിട കുഴിച്ചിട്ടതാണ് കേട്ടോ, അതുകൊണ്ടാവും ഒന്നും മിണ്ടാത്തത്. ഇതൊക്കെ ചെയ്യുമ്പോ സംസാരിക്കാൻ പാടില്ലെന്നല്ലേ? എന്നോട് പറയാതെ ഒരു സ്ഥലത്തും പോവാത്ത ആളായിരുന്നു. ഇപ്പൊ എന്തെയും മാറ്റമൊന്നും മനസ്സിലാവുന്നില്ല. ടെൻഷൻ ആവാതെ നമുക്ക് അന്വേഷിക്കാം. അതെ, ഏതായാലും ദൂരെ ഒരിടത്തേക്കും പോയി കാണില്ല. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പറയുമല്ലോ. ഇന്നലെ രാത്രി സഹദേവേട്ടൻ എന്തോ കണ്ട് നന്നായി പേടിച്ചിട്ടുണ്ട്. അതാ എന്റെ ടെൻഷൻ. പുറത്തുള്ളവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇനി എന്തൊക്കെ ഇവിടുന്ന് നഷ്ടപ്പെടുമെന്ന് ആർക്കറിയാം? അഷിത, ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചാണോ പറയുന്നേ? ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല. ഇനി സ്വയം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനുമില്ല. അഷി വേണ്ട, വെറുതെ അനാവശ്യം വിളിച്ചു പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കണ്ട. അഷി പറഞ്ഞില്ല എന്താ തെറ്റ്? ഇന്നേ വരെ ഈ വീട്ടിൽ നടന്നിട്ടില്ലാത്ത പല കാര്യങ്ങളുമാണ് നിങ്ങളിവിടെ വന്ന ശേഷം നടക്കുന്നത്. നിങ്ങൾ പരസ്പരം ഓരോന്ന് പറഞ്ഞ് തർക്കിച്ച് സമയം കളയാതെ എന്റെ സഹദേവേട്ടൻ എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്ക്. ചെറിയമ്മ വിഷമിക്കാതെ, നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ചെറിയ വരും. അതെ, എന്നിട്ടും വന്നില്ലെങ്കിൽ നമുക്ക് പോലീസിൽ അറിയിക്കാം. ഇതൊന്നുമല്ല. ഇനി അങ്ങേരാ പഴയ ബന്ധം അങ്ങനെ പുതുക്കാൻ പോയോന്നാ എന്റെ പേടി. ചെറിയച്ഛൻ പഴയ കാമുകിയാണെങ്കിൽ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഏയ്, അങ്ങനൊന്നും ആവില്ല. അതൊക്കെ ചെറിയമ്മയ്ക്ക് വെറുതെ തോന്നുക. എനിക്കൊന്നും അറിയില്ല. ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല. ഈ മനുഷ്യന് എവിടെയാണോ എന്തോ. വാ നോക്കാം. അയ്യോ സഹദേവേട്ടാ, എന്താ ഇത്? എനിക്ക് ചെറിയമ്മ ഒന്ന് സമാധാനിക്ക്, നമുക്ക് ചോദിക്കാം. അതിന് ചോദിച്ചിട്ട് മിണ്ടണ്ടേ? എടാ, നിനക്ക് എന്താ പറ്റിയേ? എടാ, നീ എന്താ ഒന്നും മിണ്ടാത്തേ? അയ്യോ, ശരിക്കും വട്ടായോ? എന്റെ ജീവിതം പോയല്ലോ ഭഗവാനെ. ഇതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന മനുഷ്യനാ. ഇനിയിപ്പോ എന്ത്? നീ കരയാതെ. സഹദേവനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല. ചേച്ചി അല്ല ചേച്ചി, ഇങ്ങനെ കിളി പോയെന്നാ തോന്നുന്നത്. എന്റെ മോൾക്ക് ഇനി ഒരു നല്ല കല്യാണം പോലെ വരുമെന്ന് തോന്നുന്നില്ല. അയ്യോ സഹദേവേട്ടാ, സഹദേവേട്ടാ, സഹദേവേട്ടാ. എടാ സഹദേവാ, കാണിക്കുന്നത് വേണ്ട സഹദേവാ.
ചെറിയച്ച കാണിക്കരുത് ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട. ഏയ്. ചെറിയച്ച ചെറിയച്ച പാരോടെ വെക്ക്. എന്തിന്റെ കുഴി എടുക്കുന്നേ? അയ്യോ ഇത് പട്ട് തന്നെയാ. വേഗം ഒരു ആംബുലൻസ് വിളിക്കുക. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ചെറിയച്ച സഹദേവേടാ, എന്താ നീ കാണിക്കാൻ പോന്നെ? ചെറിയച്ച സഹദേവേട്ടാ. അയ്യോ സാരമില്ല പോട്ടെ. ഇങ്ങേർക്ക് വട്ടായതാ. ഇതെന്താ പറയുന്നേ? അയ്യോ സഹദേവേട്ടാ എന്തൊക്കെയാ കാണിക്കുന്നേ? ശ്ശോ. എനിക്ക് വയ്യ. അയ്യോ അയ്യോ എനിക്ക് നേരത്തെ പറഞ്ഞതല്ലേ വേഗം ഒരു ആംബുലൻസ് വിളിക്ക്. അയ്യോ, എന്നെ കൊല്ലരുത്. ചെറിയച്ച ചെറിയച്ച അവനെ പോയി പിടിക്ക്. ഓടരുത്. ചെറിയച്ച എങ്ങോട്ടേ ഓടുന്നേ? ചെറിയച്ച, എടാ, ചെറിയച്ച, സഹദേവാ, കാണിക്കണേ. സഹദേവാ, ഒന്നും ചെയ്യല്ലേ പ്ലീസ്. നിനക്ക് എന്താ പറ്റിയേ? ചെറിയച്ച, ചെറിയച്ച ചെറിയച്ച, മാറി നിൽക്കുന്നേ. അതെ വേഗം പിടിച്ചിട്ട് ചെറിയച്ച, നിർത്ത് ചെറിയച്ച. നീ എങ്ങോട്ടേ പോന്നെ? എന്തൊക്കെയാ നീ കാണിക്കുന്നത്? അച്ഛ സൂക്ഷിച്ച്. എടാ സഹദേവാ, മോനെ നീ എന്തായി കാണിക്കുന്നത്? സഹദേവാ, ചെറിയച്ച. ആ തവിട് കുഴിച്ചിട്ടതാണ് കേട്ടോ. അതുകൊണ്ടാവും ഒന്നും മിണ്ടാത്തത്. ഇതൊക്കെ ചെയ്യുമ്പോ സംസാരിക്കാൻ പാടില്ലെന്നല്ലേ? ഡാ, ഈ എങ്ങോട്ടേ ഓടുന്നത്? ഇത് അതൊന്നും അല്ല, മറ്റെന്തോ കുഴപ്പമുണ്ട്. സഹദേവ സഹദേവേട്ടാ. ചെറിയച്ച, സഹദേവ സഹദേവാ, എടാ ഇന്ന് നീ കാണിക്കുന്നത്? എടാ നാട്ടുകാർ കണ്ട എന്ത് പറയും?